സുഹൃത്തുക്കളെ, നമ്മുടെ വേൾഡ് കപ്പൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരുപാട് പേർക്കൊക്കെ ആവേശമായിട്ടുള്ളൊരു വേൾഡ് കപ്പ് തന്നെയാണ് ഇപ്പോൾ ഈ 2026 വരുന്നത്. അർജൻറ്റീന ഫാൻസ് ആണെങ്കിലും ബ്രസീൽ ഫാൻസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒട്ടനവധി ടീമുകൾക്ക് നമ്മുടെ കേരളത്തിൽ ഫാൻസുകൾക്ക് സജീവമാണ് ഫാൻസുകൾ. അപ്പോൾ എൻ്റെ ഒരു ആശയമാണ്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമോ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കൊരു തോന്നലാണ്, ഇപ്പം എല്ലാവരും ഫ്ലെക്സുകളൊക്കെ വെച്ച് കണ്ടാണ് മത്സരിക്കുന്നത്. വലിയ വലിയ ഭീമമായിട്ടുള്ള എമൗണ്ടുകളൊക്കെ കൊടുത്ത് വലിയ വലിയ ഫ്ലെക്സുകളൊക്കെ സ്ഥാപിച്ച് കണ്ടൊക്കെയാണ് ആ ഒരു ഫുട്ബോൾ ടീമിനെ ആരവത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു ആശയമാണ്, നമ്മളിപ്പോൾ ഈ ഒരു ടീമുണ്ടല്ലോ, ഇപ്പം ഈ അർജൻറ്റീന ടീം ആയിക്കോട്ടെ, അതുപോലെ ബ്രസീൽ ടീം ആയിക്കോട്ടെ, അങ്ങനെ ടീമുകൾ നിന്നുങ്ങാണ്ട് ഒരു ചാരിറ്റി പോലൊരു കൂട്ടായ്മ, അതായത് ഈ രോഗം പിടിച്ച് എന്താ പറയുക, പൈസയൊന്നും ഇല്ലാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന കുറച്ച് രോഗികൾക്ക് നമ്മൾ ഫാൻസ് ബേസിൽ നമ്മൾ കളക്ട് ചെയ്തങ്ങാണ്ട് ഈ ഫ്ലെക്സ് അടിക്കുന്നതിന് പകരം അവരുടെ ലൈഫ് നമ്മൾ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു തന്നെ ആവില്ലേ, നമ്മൾ ഈ ഫുട്ബോൾ കളിക്ക് കൊടുക്കാവുന്നതിലും ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ഗുണം തന്നെ ആവില്ല അവരിലേക്ക്. നമ്മളെ ഫാൻസ് ബേസിൽ നമ്മൾ ഈ ഫാൻസുമായിട്ട് നമ്മളെ ഈ ആവേശത്തിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ കുറച്ച് ഫണ്ട് കളക്ട് ചെയ്തങ്ങാണ്ട് ഏതെങ്കിലും എന്താ പാവപ്പെട്ട, അതായത് നിർഭരമായിട്ടുള്ള കുടുംബത്തെ നമ്മളൊന്ന് കൈപിടിച്ച് ഉയർത്തിയാൽ, അവരിലേക്കൊരു ലൈഫ് കൊടുത്താൽ അതാവൂലെ ഏറ്റവും വലിയൊരു ആവേശം എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇതുണ്ടെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യും. എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തട്ടോ. ഓക്കെ, താങ്ക് യു.